നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്കുള്ളിൽ ഇറാൻ ഭരണകൂടം. അമേരിക്കയ്ക്കുള്ളിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു സ്വാധീന ശൃംഖലയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ വേരൂന്നാൻ കഴിഞ്ഞ 47 വർഷങ്ങളായി ഇസ്ലാമിക് റിപ്പബ്ലിക് ശ്രമിച്ചതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടിലുള്ളത്. മുൻ IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ അനന്തരവളും ചെറുമകളും പാശ്ചാത്യ ആഡംബര ജീവിതത്തിൽ കഴിഞ്ഞിരുന്നതിൻ്റെ ചിത്രങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് അമേരിക്കയെ നടുക്കുന്ന ഒരു പുതിയ റിപ്പോർട്ട്. അമേരിക്കൻ മണ്ണിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വലിയ സ്വാധീന ശൃംഖല വളർന്നിരുന്നുവെന്നതിന്റെ തെളിവുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസി ഇൻ ഇറാൻ എന്ന സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ വർഷങ്ങളായി ഇറാനിയൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു. എന്നാൽ ഇവയ്ക്കൊരു ഘടനാപരമായ സ്വഭാവമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയ റിപ്പോർട്ടിലൂടെയാണ്. ഉപരോധങ്ങൾ തകർക്കാനുള്ള പലവിധ ശ്രമങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, കൊലപാതക ഗൂഢാലോചനകൾ, സ്ലീപ്പർ സെല്ലുകൾ, ഇത്തരം സംഭവങ്ങൾ ഇടയ്ക്കിടെ വാർത്തയിൽ വരും. എന്നാൽ പിന്നീട് ഇവയൊക്കെ അപ്രത്യക്ഷമാകും. പതിറ്റാണ്ടുകൾ കൊണ്ട് സുസ്ഥിരവും സ്ഥാപനാധിഷ്ഠിതവുമായ ഒരു ശൃംഖലയാണ് ഇറാൻ അമേരിക്കയിൽ നിർമ്മിച്ചത്. നിരവധി സ്വത്തുക്കൾ, സ്കൂളുകൾ, പള്ളികൾ, പുരോഹിത ചാനലുകൾ, യുവജന സംവിധാനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഭരണകൂടങ്ങൾ, ഉപരോധ ചക്രങ്ങൾ, മാധ്യമങ്ങൾ എന്നിവയൊക്കെ അവർ കെട്ടിപ്പടുത്തു. ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആവാസ വ്യവസ്ഥയ്ക്കാണ് അവർ രൂപം കൊടുത്തത്. സോഷ്യൽ മീഡിയയിലടക്കം അവർ സ്വാധീനമുറപ്പിച്ചു. ഇറാനിലെ വിപ്ലവ ഭരണകൂടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമേരിക്കയിലെ പുതുതലമുറയിൽ കുത്തിവെക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ. ഇസ്ലാമിക് റിപ്പബ്ലിക് കഴിഞ്ഞ 47 വർഷമായി അമേരിക്കയ്ക്കുള്ളിൽ വാഷിംഗ്ടൺ മുതൽ ഡിയർബോൺ വരെയും, പൊട്ടോമാക് മുതൽ ഹൂസ്റ്റൺ വരെയും, വിർജീനിയ മുതൽ ടെക്സസ് വരെയും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ വഴികളിലൂടെ വലിയൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു. 1979 ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ശ്രദ്ധ കൊടുത്ത അമേരിക്ക ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ശത്രു കടന്നുകയറിയതിന്റെ ആ ആഴം മനസ്സിലാക്കിയില്ല. വിപ്ലവ നേതാവും ആദ്യ പരമോന്നത നേതാവുമായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനി ഇറാനിയൻ വിപ്ലവത്തെ കണ്ടത് ഒരു ദേശീയ സംഭവമായല്ല, മറിച്ച് നാഗരികവും അന്തർദേശീയവുമായ വിശാല കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം വച്ചു പുലർത്തിയത്. ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഒരു സാർവത്രിക ദൗത്യം അദ്ദേഹം ലക്ഷ്യം വെച്ചു. ടെഹ്റാനിൽ ഉയർന്നു വന്ന ഭരണകൂടം പിന്നീട് തങ്ങളുടെ പ്രത്യയശാസ്ത്രം വിവിധ ലോകക്രമങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. അദ്ദേഹത്തിന്റെ പിൻഗാമി ആയത്തുള്ള അലി ഖമനയെ പിന്തുടർന്ന ഒരു വിശ്വാസ സംഹിതയും ഇതുതന്നെ. ആഗോള മുസ്ലിം സഹോദര്യത്തിന്റെ ആശയപരമായ യോജിപ്പായിരുന്നില്ല അലി ഖമനയുടെ ലക്ഷ്യം. തങ്ങളുടെ പ്രത്യയശാസ്ത്രം അവർ കയറ്റുമതി ചെയ്തത് പ്രോക്സികളിലൂടെയും സായുധ സംഘങ്ങളിലൂടെയും. ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങൾ, യമനിലെ ഹൂതികൾ, സിറിയ, ലാറ്റിൻ അമേരിക്ക, അതിനപ്പുറമുള്ള ഇസ്ലാമിക വിപ്ലവം പേറുന്ന യുവത, ഇവർ വഴി തങ്ങളുടെ പ്രത്യയശാസ്ത്രം അവർ കയറ്റുമതി ചെയ്തു തുടങ്ങി. പ്രത്യയശാസ്ത്ര അനുബന്ധ സംഘടനകളെ അവർ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ വളർത്തിയെടുത്തു. അമേരിക്കയിലെ മെരിലാൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു ഹിസ്ബുള്ളയെ നിർമ്മിക്കാൻ അവർക്ക് കഴിയില്ല. മിഷിഗണിൽ ഒരു IRGC കമാൻഡ് നോട്ട് പരസ്യമായി പ്രവർത്തിപ്പിക്കാനും കഴിയില്ല. എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു. കടലാസിൽ അത് പ്രാദേശികമോ മതപരമോ വിദ്യാഭ്യാസപരമോ ജീവകാരുണ്യപരമോ ആയി കാണപ്പെടുന്ന സ്ഥാപനങ്ങൾ. അതേസമയം വ്യക്തികൾ, ലോകവീക്ഷണം, വിശ്വസ്തത, നിയമസാധുത എന്നിവയ്ക്ക് ദീർഘകാല ഉപകരണങ്ങളായി അവ പ്രവർത്തിപ്പിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അലവി ഫൗണ്ടേഷനാണ് എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു. അവരുടെ പ്രധാന ആസ്തി 36 നിലകളുള്ള 5th അവന്യൂ ഓഫീസ് ടവർ. ഇവർ രാജ്യത്തുടനീളമുള്ള അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകി. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് അലവി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 35-ലധികം സംഘടനകൾക്ക് നേരിട്ട് ധനസഹായം നൽകുന്ന വലിയൊരു ചാനലായി അലവി ഫൗണ്ടേഷൻ പിന്നീട് മാറി. പള്ളികൾ, സ്കൂളുകൾ, യുവജന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സംഘടനകൾ എന്നിവ തോന്നിപ്പിക്കുന്നത് പോലെയുള്ള സ്ഥാപനങ്ങൾ. എന്നാൽ അവയൊറ്റപ്പെട്ടവയല്ല.
മറിച്ച് കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവ പ്രവർത്തിപ്പിച്ചു. ഇവയെ തങ്ങളുടെ നോഡുകളായി ഇറാൻ കണ്ടു. ഒരു നോഡിനൊരു പുരോഹിതനെ ഉൾക്കൊള്ളാൻ കഴിയും, ഒരു പുരോഹിതന് ഒരു തലമുറയെ രൂപപ്പെടുത്താൻ കഴിയും. ഇതായിരുന്നു അവർ പ്രത്യയശാസ്ത്രം കുത്തിവെച്ച വഴി. ഒരു സ്കൂളിന് ഒരു ലോകവീക്ഷണം സാധ്യമാക്കാൻ കഴിയും എന്നവർ മനസ്സിലാക്കി. രാഷ്ട്രീയം ഉച്ചത്തിലായിരുന്നില്ല, മറിച്ചൊരു യുവജന കൂട്ടായ്മയ്ക്ക് അവർ രൂപം കൊടുത്തു. ഐഡന്റിറ്റി, പരാതി, പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് എന്നിവയൊക്കെ നൽകി അവയ്ക്ക് ഒരു സ്വത്വം നൽകാനും അവർ ശ്രമിച്ചു. റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ചില സവിശേഷതകളുണ്ട്. ഈ ഗണത്തിൽപ്പെട്ട കുട്ടികളിലും കൗമാരക്കാരിലും ഇറാൻ ഭരണകൂടത്തിന് അനുകൂലമായ ഒരു ലോക വീക്ഷണം വളർത്തിയെടുക്കുന്നതിൽ അവർ വിജയിച്ചു. ഇതായിരുന്നു അവരുടെ വൻ നിക്ഷേപം. ഹ്രസ്വകാല നടപ്പാക്കലായിരുന്നില്ല ലക്ഷ്യം. എന്നാൽ ആത്യന്തികമായി ഇറാൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗത്തെ അമേരിക്കൻ മണ്ണിൽ അവർ വളർത്തിയെടുത്തു. ഈ ശൃംഖലയുടെ വേരുകൾ ഊന്നി നിൽക്കുന്നത് ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ് എന്ന് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നു. വാഷിംഗ്ടൺ DC-യിലെ മെട്രോപൊളിറ്റൻ ഏരിയയിലുള്ള ഈ ശൃംഖലകളുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ചാണ് ഇത്തരമൊരു കണ്ടെത്തലിലെത്തിയത് എന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗം. പ്രസംഗങ്ങളിലായിരുന്നില്ല തങ്ങളുടെ തലമുറയെ അവർ വളർത്തിയെടുത്തത്, മറിച്ച് മറ്റൊരു ആവാസ വ്യവസ്ഥ അവർ കെട്ടിപ്പടുത്തു. മേരിലാൻഡിലെ പോട്ടോമാക്കിലുള്ള ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ ഒരു അടിസ്ഥാന ഉദാഹരണമായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു സ്ഥാപനം നിർമ്മിക്കാൻ അലവി ഫൗണ്ടേഷന്റെ വിഭവങ്ങളാണ് ഉപയോഗിച്ചത് എന്നും റിപ്പോർട്ടിലുണ്ട്. ഈ സ്ഥാപനത്തിനും അതിൻ്റെ സഹസ്ഥാപനമായ K-12 സ്കൂളിനും അലവി ഫൗണ്ടേഷനിൽ നിന്ന് കുറഞ്ഞത് $3.6 മില്യൺ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വാഷിംഗ്ടണിൽ ഇറാനിയൻ താൽപ്പര്യ വിഭാഗവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉൾപ്പെടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഉദ്യോഗസ്ഥർക്കൊരു വേദിയായി ഈ സംവിധാനം അവർ മാറ്റിയെടുത്തു. 2024 വരെ ഇറാനിയൻ ഭരണകൂടത്തിൽപ്പെട്ട മുതിർന്ന നിരവധി ഉദ്യോഗസ്ഥർക്ക് വേദിയാകാൻ ഈ സംവിധാനം അവർ ഉപയോഗപ്പെടുത്തി. വിദ്യാഭ്യാസം നേടിയ ഖമനേയുമായി അടുത്ത ബന്ധമുള്ള പുരോഹിതർ നയിക്കുന്ന ക്ലബ്ബുകൾ, സ്കൂളുകൾ, ദൈനംദിന പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ഈ നോഡിൽ സജ്ജീകരിക്കപ്പെട്ടു. ഇറാന്റെ ഒരു മിനിയേച്ചർ സൃഷ്ടിച്ചെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അമേരിക്കയിൽ തന്നെ അവർ തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഷിയ ഇറാനിയൻ അല്ലെങ്കിൽ മതപരമായതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കില്ല. അമേരിക്കൻ ന്യായമായും ബഹുസ്വരം സംരക്ഷിക്കും. ഒരു വിദേശ വിപ്ലവ രാഷ്ട്രത്തിനും അതിൻ്റെ ഔദ്യോഗിക പ്രതിനിധികൾക്കും വേണ്ടിയുള്ള വേദികളായി അവ പ്രവർത്തിക്കുന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ അമേരിക്ക പരാജയപ്പെട്ടു. സമാനമായ മാതൃക പിന്തുടർന്ന് മുസ്ലിം ബ്രദർഹുഡിൻ്റെ രൂപത്തിൽ ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും നേരിടുന്ന അതേ പ്രതിസന്ധി അമേരിക്കൻ മണ്ണിൽ വളർത്തിയെടുക്കാനുള്ള ദീർഘകാല വീക്ഷണമായിരുന്നു അവിടെ കൃത്യതയോടെ സംവിധാനം ചെയ്യപ്പെട്ടത്. വിർജീനിയയിലുള്ള മനാസാസ് പള്ളിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ ഭാഗവും ഭയപ്പെടുത്തുന്നത്. ഇരുണ്ടതും ദുഷ്കരവുമായ ഒരു സ്ഥാപനവൽക്കരണത്തിന്റെ കഥയാണത്. പള്ളിയുടെ സ്ഥാപകനെ അബോൾ ഫസൽ ബഹ്റാം നഫീദിയാൻ എന്ന് തിരിച്ചറിയുന്നു. ഇദ്ദേഹം അമേരിക്കയിലെ ദീർഘകാല കമ്മ്യൂണിസ്റ്റ് സംഘാടകനായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 1980 മെരിലാൻഡിലെ ബെഥെസ്ഡയിൽ അലി അക്ബർ തബതബായിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? മുൻ ഇറാനിയൻ നയതന്ത്രജ്ഞനും ഖൊമേനിയുടെ തുറന്ന വിമർശകനുമായിരുന്നു തബതബായി. പിന്നീട് ദാവൂദ് സലാഹുദ്ദീൻ എന്നറിയപ്പെട്ടിരുന്ന ഡേവിഡ് തിയഡോർ തൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. പെട്ടെന്ന് തന്നെ ഇറാനിലേക്ക് അയാൾ പലായനം ചെയ്തു. അന്നു മുതൽ അവിടെ തുടരുകയും ചെയ്തു. കൊലപാതകത്തിന് മുമ്പുള്ള അയാളുടെ പ്രവർത്തന രീതികൾ പരിശോധിച്ച അമേരിക്ക ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. അയാൾക്ക് ഇറാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം. മനുഷ്യജീവിതങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും കഥയാണ് ടെഹ്റാനിൽ നിന്ന് അമേരിക്കയിൽ വേരുപിടിപ്പിക്കാൻ അവർ നട്ടുവളർത്തിയ പദ്ധതി. 2026 മാർച്ചിൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ അലി ഖമനേയി കൊല്ലപ്പെടുന്നു. അമേരിക്കയുടെ പല ഭാഗത്തും പിന്നീട് പല കൂട്ടായ്മകളും ഉയർന്നു വന്നു. സോഷ്യൽ മീഡിയയിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ ഇറാന് പരിപൂർണ പിന്തുണയും പ്രഖ്യാപിച്ചു. ടെഹ്റാന്റെ അമേരിക്കൻ പദ്ധതി ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് മിഷിഗണിലാണ് എന്നീ റിപ്പോർട്ട് എടുത്തു പറയുന്നു. മുസ്ലിം ഭൂരിപക്ഷ നഗരമായ ഡിയർബോർഡിനെ കുറിച്ചും ഈ റിപ്പോർട്ട് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്ര
നീക്കങ്ങൾ അമേരിക്കൻ മണ്ണിൽ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാനെതിരായ യുദ്ധം. ഡിയർബോണിൽ ഒന്നിലധികം സ്ഥാപനങ്ങൾ അവർ സൃഷ്ടിച്ചു. പള്ളികൾ, സ്കൂളുകൾ, പുരോഹിത സംരംഭങ്ങൾ, ടെഹ്റാൻ ഇടങ്ങിയ ആഖ്യാനങ്ങൾക്ക് സാധാരണ സാമുദായിക ജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിയുന്ന വിധം ഒരന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചെടുത്തു. ഇസ്ലാമിക് സെന്റർ ഓഫ് അമേരിക്കയെ ഒരു കേന്ദ്ര നങ്കൂരമായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെവിടെയെങ്കിലും ശത്രുക്കൾ ഒളിച്ചിരുന്നാൽ അമേരിക്കൻ ചാരന്മാർ അവരെ വേട്ടയാടി കണ്ടെത്തും. എന്നാൽ സ്വന്തം രാജ്യത്ത്, സ്വന്തം മണ്ണിൽ വേര് നട്ട് നനച്ച് വളർത്തി ഒരു പ്രസ്ഥാനമായി ഇറാൻ റിപ്പബ്ലിക്കിന്റെ ഘടകങ്ങൾ മാറിയപ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇറാന്റെ നീക്കങ്ങൾ വ്യക്തമാണ്. ഭൗമ രാഷ്ട്രീയ നീക്കങ്ങൾ അവർ ദൈവശാസ്ത്രപരവും വിപ്ലവകരവുമായ പ്രസ്ഥാനങ്ങളിലൂടെ നയിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഇറാനിയൻ സ്വാധീനത്തെ നേരിടേണ്ടത് കൂടുതൽ അടിയന്തരമായി മാറിയിരിക്കുന്നുവെന്ന് അമേരിക്കൻ ഭരണകൂടം തിരിച്ചറിയുന്നു. വർഷങ്ങളുടെ നിഴൽ യുദ്ധം, കൊലപാതക ശ്രമങ്ങൾ, സൈബർ പ്രചാരണങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയ്ക്ക് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് ഒടുവിൽ ഒരു വിദൂര പ്രശ്നമല്ല, അമേരിക്കയുടെ മണ്ണിൽ തന്നെയുണ്ട് എന്നവർ തിരിച്ചറിയുന്നു. റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ പള്ളികളും, സ്കൂളുകളും, പുരോഹിത സംവിധാനവുമൊക്കെ ടെഹ്റാന്റെ ഒരു രഹസ്യ വിഭാഗമാണോ എന്നതല്ല ഇപ്പോഴുള്ള യഥാർത്ഥ പ്രശ്നം. എന്നാൽ സംരക്ഷിത മതജീവിതവും വിദേശ രാഷ്ട്ര പ്രത്യയശാസ്ത്ര അടിസ്ഥാന സൗകര്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ ഒടുവിൽ തയ്യാറാണോ എന്ന ചോദ്യം അവിടെ ഭരണകൂടത്തോട് ചിലർ ഉയർത്തുന്നു. പൗരസമൂഹത്തെ സ്വേച്ഛാധിപത്യ ഭരണകൂട സംവിധാനത്തിനുള്ള ഒരു കവചമായി മാറ്റാൻ അനുവദിക്കാതിരിക്കുക എന്ന ആവശ്യമാണ് അമേരിക്കയുടെ മുന്നിൽ അടിയന്തരമായി നിൽക്കുന്നത്. പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കാൽപ്പാടുകൾ കൂടുതൽ ആകസ്മികമോ പ്രതീകാത്മകമോ ആണ് എന്ന മിഥ്യാധാരണ ഉപേക്ഷിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തോട് ചിലർ ആവശ്യപ്പെടുന്നു. കാസിം സുലൈമാനിയുടെ അനന്തരവൾ എന്നറിയപ്പെടുന്ന ഹമീദെ സുലൈമാനി അഷ്റഫിനെയും മകളെയും നിയമപരമായ എല്ലാ പദവികളും റദ്ദാക്കിയതിനു ശേഷം കസ്റ്റഡിയിലെടുത്തുവെന്നാണ് US അധികൃതർ പറയുന്നത്. ലോസ് ആഞ്ചലസിൽ ആഡംബരപൂർണമായ അമേരിക്കൻ ജീവിതശൈലി ആസ്വദിച്ചുകൊണ്ട് IRGCയെ പിന്തുണയ്ക്കുകയും ഭരണകൂട പ്രചാരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഇത്തരമൊരു നടപടി. ഒരു വശത്ത് ഇറാനിൽ സ്ത്രീകളുടെ ഹിജാബ് നിയമങ്ങൾ നടപ്പിലാക്കാൻ സദാചാര പോലീസിനെ അനുവദിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇറാനിയൻ വിപ്ലവം നിലകൊള്ളുന്ന എല്ലാത്തിനും വിരുദ്ധമായ പാശ്ചാത്യ അധംപതനത്തിൽ കുടുംബാംഗങ്ങളെ ഏർപ്പെടാൻ അനുവദിക്കുന്നു. ഒരു ഭരണകൂടത്തിനുള്ളിലെ കാപട്യമല്ലേ ഇതെന്ന ചോദ്യം മറുവിഭാഗം ഉയർത്തുന്നു. വാഷിംഗ്ടണിൽ ഇരിക്കുന്നവർ ഈ റിപ്പോർട്ട് ഗൗരവമായി എടുത്തില്ല എങ്കിൽ ഭാവിയിൽ അമേരിക്കയിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ശത്രുവിന് കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചിലർ. ഇത്രയും കാലം അമേരിക്കൻ മണ്ണിൽ ഇറാൻ പടുത്തുയർത്തിയ ഈ നിഴൽ സംവിധാനങ്ങൾ അമേരിക്ക തിരിച്ചറിയണമെന്ന ആവശ്യമാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.